അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്പാനിങ് ട്രീ ആണ്. സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഗ്രാഫ് ഉണ്ടാവും. ആ ഗ്രാഫിന് വേർട്ടിസസും എഡ്ജസും ഉണ്ടല്ലേ. മിനിമം നമ്പർ ഓഫ് എഡ്ജസ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ വേർട്ടിസസിനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ സ്പാനിങ് ട്രീ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഗ്രാഫ് തിയറിയിലൊക്കെ അത് പഠിച്ചിട്ടുള്ളതാണ്. സ്പാനിങ് ട്രീ ഏതെങ്കിലും ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിന് മോർ ദൻ വൺ സ്പാനിങ് ട്രീ കാണും. അതിന് സൈക്കിൾസോ ലൂപ്സോ കാണത്തില്ല. ബിക്കോസ് മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിന്? ഐറ്റംസ്, 2 ഡിഫറെൻറ്റ് ഐറ്റംസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മിനിമലി കണക്റ്റഡ് ആണ്. ഓക്കെ, മാക്സിമലി അസൈക്ലിക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു വെർട്ടെക്സ് 1 വെർട്ടെക്സ് 2 എടുത്തു. ഇവിടെ ഞാനിത് കണ്ടോ, ഇതൊരു സ്പാനിങ് ട്രീ ആണ്. കാരണം 2 വേർട്ടെക്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിനിമം നമ്പർ ഓഫ് എഡ്ജാണത്. ഇതിൽ ഞാൻ ഒരു എഡ്ജൂടെ ആഡ് ചെയ്താൽ ഐ വിൽ ഫോം എ സൈക്കിൾ. അതുകൊണ്ടാണ് ഇതിനെ മാക്സിമം അസൈക്ലിക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇറ്റ് ഹാസ് n-1 എഡ്ജസ് വെർ n ഇസ് ദ നമ്പർ ഓഫ് വേർട്ടിസസ് ആൻഡ് മാക്സിമം നമ്പർ ഓഫ് സ്പാനിങ് ട്രീ ഏതൊരു ഗ്രാഫിന് എടുത്താലും ഇറ്റ് വിൽ ബി n into n minus n into n raised to n minus 2. Confused. And this is the maximum number of spanning tree for a complete graph. Okay, complete ഗ്രാഫിനാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഈ ഒരു സ്പാനിങ് ട്രീ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതിൻ്റെ നെസസറി ആയിട്ടുള്ള അൽഗോറിതവും കൂടിയാണ്. മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ എഡ്ജിനും, നമ്മളുടെ സ്പാനിങ് ട്രീ വരയ്ക്കുന്ന ഓരോ എഡ്ജിനും വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്പാനിങ് ട്രീയുടെ കണ്ടീഷൻ എന്താണ്? നമ്മളുടെ വേർട്ടിസസിനെ എല്ലാം കൂടി മിനിമൽ എഡ്ജസ് കണക്ട് ചെയ്യണം എന്നുള്ളതാണ് സ്പാനിങ് ട്രീ. അത് മിനിമം കോസ്റ്റിലായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സ്പാനിങ് ട്രീയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് കുറേ സ്പാനിങ് ട്രീസ് എടുക്കാം. ഇത് കണ്ടോ, ഇതൊരു സ്പാനിങ് ട്രീ ആണ് അല്ലേ, ഇതൊരു സ്പാനിങ് ട്രീ ആണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതൊരു സ്പാനിങ് ട്രീ ആയിട്ട് എടുക്കാം, എനിക്ക് വേണമെങ്കിൽ ഇതൊരു സ്പാനിങ് ട്രീ ആയിട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിതൊരു സ്പാനിങ് ട്രീ ആയിട്ട് എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ എനിക്കിതൊരു സ്പാനിങ് ട്രീ ആയിട്ട് എടുക്കാം. അങ്ങനെ പല സ്പാനിങ് ട്രീസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഞാൻ 3 ഒരു സ്പാനിങ് ട്രീ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ലെസ് കോസ്റ്റ് ഏതാണ്? കമ്പാരിറ്റീവ്ലി ആ 3 വരച്ചത് വെച്ചിട്ട് ഇതിനാണ് ലെസ് കോസ്റ്റ്. അപ്പം ഇതാണ് എൻ്റെ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ. അതായത് ഓരോ എഡ്ജസിൻ്റെ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഒരു ട്രീയുടെ. അപ്പം ആ കോസ്റ്റ് മിനിമം ആയിരിക്കുന്ന കേസിലാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്. മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടിംഗ് പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ഇമേജ് സെഗ്മെൻറ്റേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു അൽഗോറിതം, നമ്മളുടെ ഈ ഒരു മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 അൽഗോറിതംസ് ആണ് ഉള്ളത്. പ്രിംസ് അൽഗോറിതവും ക്രസ്കൽസ് അൽഗോറിതവും. നമുക്ക് പ്രിമ്മിൻ്റെ സിലബസിലില്ല, അതുകൊണ്ട് ഞാൻ നേരെ ക്രസ്കൽ വെച്ച് തുടങ്ങുകയാണ്. ക്രസ്കൽസ് അൽഗോറിതം എന്താണ്? നമ്മൾ ഒരു മിനിമം കോസ്റ്റ് എഡ്ജ് കണ്ടുപിടിക്കുക വിച്ച് വിൽ നോട്ട് ക്രിയേറ്റ് എ സൈക്കിൾ. അപ്പോൾ ഇതിൻ്റെ ഞാൻ സ്റ്റെപ്സ് പറയാം, എന്നിട്ട് നമുക്കത് ഈ ഒരു ഗ്രാഫിലൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തിങ്, നമുക്ക് ഈ ഒരു ഗ്രാഫിൽ എന്തെങ്കിലും ലൂപ്പ്, നമ്മളപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തുടങ്ങുന്നതിന് മുൻപ് ഈ ഗ്രാഫിൽ എന്തെങ്കിലും ലൂപ്പോ പാരലൽ എഡ്ജസോ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഇവിടെ ലൂപ്പ് എന്താണെന്നറിയാലോ, നമ്മളുടെ ഒരു എഡ്ജിൽ തന്നെ കറങ്ങി വരുന്നതിനെയാണ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഓരോ വെർട്ടിക്സിനും നമുക്ക് ലൂപ്പില്ല, പാരലൽ എഡ്ജ്. അപ്പം ഒരു 2 വെർട്ടിസസിൻ്റെ ഇടയിൽ ഒരു എഡ്ജും കൂടി 2 എഡ്ജുകൾ വരുവാണെങ്കിലാണ് അവരെ പാരലൽ എഡ്ജ് നമ്മൾ പറയുന്നത്. അപ്പം പാരലൽ എഡ്ജ് ഉള്ള കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മൾ ഉള്ള വെയിറ്റ് കുറവുള്ളത് ആരാ നോക്കണം. ഫോർ എക്സാമ്പിൾ, എനിക്ക് 1നും 2ൻ്റെ ഇടയിൽ ഇപ്പോൾ ഓൾറെഡി ഒരു 28 ഉണ്ട്, എനിക്കൊരു 22 ഉണ്ട്, എനിക്കൊരു 45 ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ 22 എഡ്ജായിരിക്കണം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഈ 2 എഡ്ജും നിങ്ങൾ റിമൂവ് ചെയ്ത് കളയണം. അപ്പം പാരലൽ എഡ്ജസ് ഉള്ള കേസസിൽ മാക്സിമം വെയിറ്റ് ഉള്ളത് ഏതാണോ അത് റിമൂവ് ചെയ്ത് കളയണം. ഇനി നമ്മൾ സ്റ്റെപ്പിലോട്ട് വരുവാണ് കേട്ടോ. ഇനി നമുക്ക് എഡ്ജസ് ഉള്ളതിനെ ഏറ്റവും ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള വെയിറ്റ് ആർക്കാണ് എന്നുള്ളത് നമുക്ക് നോക്കി നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടുത്തെ വെയിറ്റ് ഞാൻ എഴുതിയില്ല, 18. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കേ ഏറ്റവും ലെസ് വെയിറ്റുള്ളത് ആർക്കാണ്? ഫസ്റ്റ് എനിക്ക് കാണാൻ പറ്റുന്നത് 2, 3 ആണ്. 2, 3ക്ക് 6 വെയിറ്റ് ഉള്ളത്.
ഓക്കെ, ഇനി അടുത്തത് ആരാണ് വരുന്നത്? നമുക്ക് 12 ഉണ്ട് അല്ലേ? 3, 4ന് 12 ഉണ്ട്. അപ്പം ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് ആരാണുള്ളത്? കമ്പാരിറ്റീവ്ലി 12ന് മുന്നേ 10 ഉണ്ട് കേട്ടോ. അപ്പം 1, 6, 10 വരും. അത് കഴിഞ്ഞിട്ട് 3, 4 എന്ന് പറയുന്നത് 12 വരും. ഓക്കെ, അപ്പോൾ ഇത് 3 കഴിഞ്ഞു. ഇനി അടുത്തത് 7, 2 നമുക്ക് എന്താണ്? 14 ഉണ്ട് അല്ലേ? അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നത് 4, 7 നമുക്ക് 18 ഉണ്ട്. ഓക്കെ, സോ ഇതും കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? 4, 5ന് നമുക്ക് വരുന്നത് 22 ആണ് അല്ലേ? 22 കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് 5, 7 24 വരും. 6, 5ക്ക് 25 വരും. 1, 2ന് 28 വരും. ഓക്കെ, എല്ലാ എഡ്ജസും എടുത്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അപ്പോൾ ഇത്രയും നമ്മൾ എടുത്ത് എഴുതി. എങ്ങനെയാണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് വെയിറ്റിലാണ് നമ്മൾ എഴുതിയത് അല്ലേ? ഇനി നമ്മൾ ഒരു പുതിയ ഗ്രാഫ് വരയ്ക്കുകയാണ്. പുതിയ ഗ്രാഫ് നമ്മൾ എങ്ങനെയാണ്? ജസ്റ്റ് വേർട്ടിസസ് മാത്രം നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പോൾ പുതിയ ഗ്രാഫ് ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഡ്രോ 1, 2 ജസ്റ്റ് വേർട്ടിസസ് മാത്രമേ. 3, 4, 5, 6 ആൻഡ് ഇവിടെ നമുക്ക് നടുവിലൊരു 7 ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നമ്മൾ ഈ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതി വെച്ചേക്കുന്ന വെയിറ്റുള്ള ഗ്രാഫ് ഇതല്ലേ, എഡ്ജസ് ഇല്ലേ, അവർ ഓരോരുത്തരായിട്ട് ഞാൻ ആഡ് ചെയ്യുവാണ്. ഇൻ സച്ച് എ വേ ദാറ്റ് നോ സൈക്കിൾ ഇസ് ഫോംഡ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യമേ എഴുതുന്ന എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ? 2ഉം 3ഉം 2, 3 എന്ന് പറയുന്നത് വാട്ട് ഡസ് ഇറ്റ് ഗിവ്? വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് ഇറ്റ്? 6. ഓക്കെ, അപ്പോൾ 6 ആണ് നമ്മളുടെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് 1ഉം 6ഉം 1ഉം 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കിൾ വരുമോ? ഇല്ല. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ ആഡ് ചെയ്തു, ജസ്റ്റ് 10. അത് കഴിഞ്ഞു. 3ഉം 4ഉം അവർ കണക്റ്റഡ് അല്ലായിരുന്നു. ആൻഡ് നോ സൈക്കിൾ ഇസ് ബീങ് ഫോംഡ്. സോ 3 and 4 gives 12. ഇനി അടുത്തത് എന്താണ്? 7ഉം 2ഉം. ഓക്കെ, 7ഉം 2ഉം കണക്റ്റഡ് അല്ലായിരുന്നു. സോ ഞാൻ 7ഉം 2നെയും കണക്ട് ചെയ്യുവാണ്. ആൻഡ് ദ കോസ്റ്റ് ഇസ് 14. അടുത്തത് 4ഉം 7ഉം 4ഉം 7ഉം ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ എനിക്കൊരു സൈക്കിൾ വരും. അങ്ങനെ വരേണ്ട ആവശ്യമില്ല, അതങ്ങനെ വരാൻ പാടില്ല. സോ ഐ എം നോട്ട് ഇൻക്ലൂഡിങ് ദിസ് എഡ്ജ് 4 and 7. അടുത്തത് ഞാൻ 4ഉം 5ഉം ചെയ്യുവാണ്. 4ഉം 5ഉം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സൈക്കിൾ ക്രിയേറ്റ് ആവുന്നില്ല. സോ ദ കോസ്റ്റ് ഇസ് 22. ഇനി അടുത്തത് എന്താണ്? അടുത്തത് 5ഉം 7ഉം ആണ്. 5ഉം 7ഉം ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഐ എം ഗെറ്റിംഗ് എ സൈക്കിൾ ഹിയർ വിച്ച് ഇസ് നോട്ട് റിക്വയർഡ്. അപ്പം ഞാൻ ഈ ഒരു 5ഉം 7ഉം എനിക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്തത് 6ഉം 5ഉം എത്രയാണ്? 25 ആണ് നമുക്കുള്ളത്. ഇനി അടുത്തത് 1ഉം 2ഉം ഞാൻ ആഡ് ചെയ്യുമ്പം എഗെയിൻ എനിക്കൊരു സൈക്കിൾ കിട്ടുന്നുണ്ട്, അതിൻ്റെ ആവശ്യം ഇല്ല. സോ ഇത് വേണ്ട, ഇത് ഞാൻ ആഡ് ചെയ്തു. സോ ഇഫ് യു ആർ ചെക്കിംഗ്, ദിസ് ഈസ് മൈ മിനിമം കോസ്റ്റ് സ്പാനിങ് ട്രീ. അപ്പോൾ നിങ്ങൾ വേറെ ഏത് വഴിക്ക് വേണം നോക്കിക്കോ, നമുക്ക് ഇത്രയും ഈ ഒരു മിനിമം കോസ്റ്റ് നമുക്കിത് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് വേണേൽ കണ്ടുപിടിച്ച് നോക്കാം. സോ വാട്ട് ഈസ് ദ കോസ്റ്റ്? Cost will be 10 plus 25 plus 22 plus 12 plus 6 plus 14. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എഴുതുക. ഐ തിങ്ക് സോ ദി ആൻസർ ഇസ് 99. അപ്പം നിങ്ങൾക്ക് അത് വേണം നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ ക്രസ്കൽസ് അൽഗോറിതം യൂസ് ചെയ്തിട്ട് നമ്മൾ മിനിമം എഡ്ജ് കണ്ടുപിടിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു അൽഗോറിതമാണ്, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O(n) log n ആണ്. ക്രസ്കലിൻ്റെ അൽഗോറിതം പഠിക്കണം എന്നുള്ളത് സിലബസിൽ എഴുതിയിട്ടില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഐഡിയ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ക്രസ്കൽ അൽഗോറിതത്തിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വെർട്ടിക്സിന് നമ്മൾ മേക്ക് സെറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ബേസിക്കലി ആ ഒരു വെർട്ടിക്സിന് നമ്മൾ നമ്മുടെ ഗ്രാഫിലോട്ട് എടുത്ത് എഴുതുകയാണ്. ദെൻ വി ആർ സോർട്ടിങ് ഔട്ട് ദി എഡ്ജസ് ഓഫ് ജി ഇൻ ആൻ ഇൻക്രീസിങ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു ദിയർ വെയിറ്റ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു കോസ്റ്റിനനുസരിച്ച് നമ്മൾ സോർട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ എഡ്ജിനെയും ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ സോർട്ട് ചെയ്തതിൽ നിന്നും ഏറ്റവും ചെറുതായിട്ടുള്ള ഓരോ എഡ്ജിനെയും നമ്മൾ എടുക്കുന്നു. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു അതിനെ ഗ്രാഫിൽ എവിടെയെങ്ങാനും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇഫ് ദാറ്റ് ഇസ് നോട്ട് ദ കേസ് വി ആർ ആഡിങ് ഇറ്റ്. ഓക്കെ, ആൻഡ് വി ആർ യുണൈറ്റിങ് ഇറ്റ്. അപ്പം നമ്മൾ രണ്ട് വെർട്ടിക്സ് യുവും വിനെയും ജോയിൻ ചെയ്ത് നമ്മൾ അവിടെ ഒരു എഡ്ജ് ക്രിയേറ്റീവാണ് ചെയ്യുന്നത്. സോ ദിസ് ഗോസ് ഓൺ വിത്ത് ഈച്ച് ആൻഡ് എവറി എഡ്ജ് ഇൻ ദാറ്റ് ഇൻക്രീസിങ് ഓർഡർ. അവരപ്പം എല്ലാ എഡ്ജിനെയും വെച്ച് കമ്പയർ ചെയ്തിട്ടായിരിക്കും അവരൊരു ഗ്രാഫ് ഫൈനൽ സ്പാനിങ് ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ക്രസ്കൽസ് അൽഗോറിതം വർക്ക് ചെയ്യുന്നത്.